സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ മരണം മനുഷ്യൻ്റെ കൂടപ്പിറപ്പായി യാത്ര ചെയ്യുന്നുണ്ട്. 3 അക്ഷരങ്ങളിൽ ആരംഭിച്ച് 3 അക്ഷരങ്ങളിൽ അവസാനിക്കുന്നതാണ് ജീവിതം. ജീവിതം തന്നെ 3 അക്ഷരം. ആരംഭിക്കുന്നത് ജനനം എന്ന 3 അക്ഷരം, അവസാനിക്കുന്നത് മരണം എന്ന 3 അക്ഷരം. അതിനുള്ളിൽ സഹനമെന്ന 3 അക്ഷരമുണ്ട്, സ്നേഹമെന്ന 3 അക്ഷരമുണ്ട്. അതിനിടയിലാണ് നമ്മുടെ ജീവിതവും നമ്മുടെ ജീവിതയാത്രയും എല്ലാം. അപ്പം നമുക്ക് ജീവിതത്തിൽ മരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഓർക്കണം, ചിലർ ജീവിതകാലം മുഴുവൻ മരിച്ചുകൊണ്ടിരിക്കും. ചിലർ ഒരിക്കലേ മരിക്കുകയുള്ളൂ. അത് ബലമുള്ള മരണം, മഹത്വമുള്ള മരണം. നമ്മളുടെ ജീവിതം എങ്ങനെയുള്ളതാണ്? മരണത്തെ ഭയപ്പെടുന്നവരാണോ? മരണത്തെ അതിജീവിക്കുന്നവരാണോ? ശരിക്കും ജീവിച്ചവർക്ക് മരിക്കാൻ ഒരു മടിയുമില്ല. ശരിക്കും ജീവിച്ചവർക്ക് നല്ല ഇന്നലകളുണ്ട്, നല്ല ഇന്നുകളുണ്ട്, നല്ല നാളുകളുണ്ട്. ശരിക്കും ജീവിക്കാത്തവർക്ക് നല്ല ഇന്നലകളോ നല്ല ഇന്നുകളോ ഒന്നുമില്ല. അവർക്ക് ജീവിതം നിരർത്ഥകമായിട്ട് തോന്നാം. അതുകൊണ്ടാണ് ശരിക്കും ജീവിച്ചവർ, ജീവിച്ച് ഓരോ നിമിഷവും മരിച്ചവർ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നതാണ് അവസാന മരണം എന്ന് പറയുക. ചിലർ ചിരിച്ചുകൊണ്ട് മരിക്കുന്നവരുണ്ട്, ചില മുറുമുറുത്തുകൊണ്ട് മരിക്കുന്നവരുണ്ട്. എങ്ങനെ ജീവിച്ചോ അങ്ങനെയാണ് മരണത്തിൻ്റെ നാളുകൾ. സ്റ്റാലിൻ എന്ന ഏകാധിപതി എല്ലാ സുഖത്തിലും ജീവിച്ചു. മരിക്കുന്നതിന് മുമ്പ് എല്ലാ ഡോക്ടർമാരെയും ചുറ്റും നിർത്തി ആയുസ് ഒന്നുകൂടി നീട്ടിക്കിട്ടാൻ ആഗ്രഹിച്ചു. മരണത്തിൻ്റെ ഭയം. യേശു ക്രിസ്തു മരിക്കുന്നതിന് തൊട്ടു മുമ്പും മറ്റുള്ളവരെ ഓർത്ത് പ്രാർത്ഥിച്ചു. ജീവിതത്തിൽ നമ്മുടെ സ്വഭാവം എന്താണെന്ന് മരിക്കുന്ന സമയത്താണ് നമ്മൾ അറിയുക. ചിലർക്ക് എന്തോ ടെൻഷനാണ്, മുറുമുറുപ്പ്, പിറുപിറുപ്പ്, അസ്വസ്ഥത, ബഹളം മുഴുവൻ. ചിലർ വളരെ ശാന്തമായി ഒഴുകുന്ന പുഴ പോലെ ജീവിതത്തിൽ അങ്ങ് മരിച്ചു തീർക്കും. ജീവിതം ഒന്നേ ഉള്ളൂ, അത് അനുനിമിഷവും അനുഭവമാക്കുക, ജീവിച്ചു തീർക്കുക. അങ്ങനെ ജീവിച്ചു തീർക്കുന്നവർക്ക് മരണം ഒരു കടന്നുപോകൽ മാത്രമാണ്. മരണം ഒരു ഉറക്കം മാത്രമാണ്. മനുഷ്യൻ്റെ മരണത്തെ ഉറക്കമായി ലോകത്തിൽ ആദ്യം പഠിപ്പിച്ചത് ക്രിസ്തുവാണ്, യേശുദേവനാണ്. സ്നേഹിതനായ ലാസർ മരിച്ചു കല്ലറയിൽ കിടക്കുമ്പോൾ ക്രിസ്തു പറഞ്ഞു, ലാസർ മരിച്ചിട്ടില്ല, ലാസർ ഉറങ്ങുകയാണ്. എന്തിനാ ഉറങ്ങുന്നത്? കൂടുതൽ ചൈതന്യത്തോടെ അടുത്ത പ്രഭാതത്തിൽ എഴുന്നേക്കാൻ വേണ്ടി. മരിച്ചവരെല്ലാം ഉറങ്ങുകയാണ്. ഉറക്കം കഴിഞ്ഞ് എഴുന്നേക്കാൻ വേണ്ടിയിട്ടാണ്. രാത്രി 10 മണിക്ക് കിടക്കാൻ പോകുമ്പോൾ ടൈം പീസിൽ അലാം വെക്കും. അലാം വെച്ചിട്ട് രാവിലെ 5:30 അലാം വയ്ക്കും. 5:30 അലാം അടിക്കുമ്പം എഴുന്നേൽക്കും, പുതിയ ദിവസത്തിലേക്ക് പ്രവേശിക്കും. ഇതുപോലെ ഒരു വ്യക്തിയെ ദഹിപ്പിക്കുമ്പോൾ, ഒരു വ്യക്തിയെ ഖബറിലടക്കുമ്പോൾ ആളുടെ തലയ്ക്കൽ ഈശ്വരൻ ഒരു അലാം വെക്കും. ആ അലാം ഒരു ദിവസം അടിക്കുമ്പോൾ ഈശ്വര സന്നിധിയിൽ മരിച്ചവരെല്ലാം വീണ്ടും എത്തിച്ചേരും. അതുകൊണ്ടാണ് പൗലോസ്ലീഹ എന്ന് പറയുന്ന വിശുദ്ധൻ പറയുന്നു, മരണമേ നിൻ്റെ വിജയം എവിടെ? മരണമേ നിൻ്റെ ദംശനം എവിടെ? യേശുവിൻ്റെ ഉത്ഥാനത്തോടുകൂടി മരണത്തിൻ്റെ ആധിപത്യം എന്നേക്കുമായി അവസാനിച്ചു. ജീവിതകാലത്ത് ഓരോ നിമിഷവും ഏൽപ്പിച്ച ജോലിക്ക് വേണ്ടി മരിച്ച് ജീവിക്കണം. അപ്പോൾ നമ്മൾ ഓരോ നിമിഷവും ഉയർത്തുകൊണ്ടിരിക്കും. എപ്പോഴും തളർന്നവരായി എല്ലാം തീർന്നു എന്ന് കരുതി ജീവിക്കുന്നവർ ഒരിക്കലും ഉയർക്കുകയുമില്ല, യഥാർത്ഥത്തിലോട്ട് മരിക്കുകയുമില്ല. ഭീരുവിന് മരണം ഒത്തിരിയുണ്ട്, ധൈര്യമുള്ളവന് മരണം ഒന്നേ ഉള്ളൂ. അത് ഒരു കടന്നുപോകലാണ്. മരണം ഒരു കടന്നുപോകലാണ്. ഈ ലോകം വിട്ട് ദൈവത്തിൻ്റെ പക്കലേക്കുള്ള ഒരു കടന്നുപോകൽ. ശൈശവം കഴിഞ്ഞ് ബാല്യത്തിലേക്ക് കടന്നതുപോലെ, ബാല്യം കഴിഞ്ഞ് യുവത്വത്തിലേക്ക് കടന്നതുപോലെ, യുവത്വം കഴിഞ്ഞ് മിഡിൽ ഏജിലേക്ക് കടന്നതുപോലെ, മിഡിൽ ഏജ് കഴിഞ്ഞ് വാർദ്ധക്യത്തിലേക്ക് കടന്നതുപോലെ, വാർദ്ധക്യം കഴിഞ്ഞ് മരണത്തിലേക്ക് കടന്നതുപോലെ, മരണവും ഒരു കടന്നുപോകലാണ്. ഈ ലോകം വിട്ട് ദൈവത്തിൻ്റെ അടുക്കിലേക്കുള്ള, ഈശ്വര സന്നിധിയിലേക്കുള്ള ഒരു യാത്രയാണ്. ആ രീതിയിൽ മരണത്തെ കാണാം, തിരിച്ചറിയാം. മരണത്തിന് മുമ്പിൽ ഭയപ്പെടാതിരിക്കാം.
മരണം അന്ത്യമല്ല, ഒരു പുതിയ ജനനത്തിൻ്റെ ആരംഭമാണ്. ആ തിരിച്ചറിവിൽ ജീവിതത്തെ ബലപ്പെടുത്തുവാൻ ദൈവം വിളിക്കുന്നു. ആ ശക്തിയിലായിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം.